ഇറാൻ അമേരിക്ക സമാധാന ധാരണാപത്രത്തിൻ്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അതൊരു കരാറിലേക്ക് എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിൽ തന്നെയും അങ്ങോട്ടേക്കൊന്നും എത്തിയില്ല. യുദ്ധം അവസാനിക്കുകയൊന്നും ഉണ്ടായില്ല. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. യുദ്ധത്തിൻ്റെ ഭാവി എന്താണ്? ഈ സമാധാന ധാരണാപത്രത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞു പോയെങ്കിലും ഇനി കരാറിലേക്കൊക്കെ എത്തുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ് വരുന്നത്. നമുക്കറിയാം, ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഒക്ടോബറിൽ. അതുവരെയും ഒരു സമാധാനവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള തോന്നലാണ് മൊത്തത്തിലുള്ളത്. ദിവസം ഇപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഭാവി, യുദ്ധത്തിൻ്റെ ഭാവി? യുദ്ധത്തിന് നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞാണല്ലോ, ഈ പറയുന്ന ഓഫ് ആൻഡ് ഓൺ ആയിട്ട് ഈ ഒരു സ്റ്റൾമേറ്റ് തുടരുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ മീൻ ഒരു 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 യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, പക്ഷേ ഗ്ലോബൽ പൊളിറ്റിക്സ് വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എഗെയിൻ ലാർജർ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ ഒരു പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ടൈറ്റാനിക് ഷിഫ്റ്റ് ഗ്ലോബൽ പൊളിറ്റിക്സിൽ രൂപപ്പെടുന്നതിൻ്റെ അതിൻ്റെ ഒരു ത്രഷോൾഡിലാണ് നമ്മൾ നിൽക്കുന്നതാണ് അതിനെക്കുറിച്ച് പറയാം. ലോകം ഈ പറഞ്ഞ ഒരു യൂണിപോളാർ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു സംഗതിയായിരുന്നു 1991 ശേഷം, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം. പക്ഷെ അത് അവസാനിച്ചു കഴിഞ്ഞു. അമേരിക്കൻ ഹെജിമനി എന്ന് പറയുന്നൊരു സംഗതി അവസാനിച്ചു കഴിഞ്ഞു. അമേരിക്ക വിചാരിച്ചാൽ ലോകത്ത് എന്തും ചെയ്യാം, ചുരുങ്ങിയത് എന്തും ചെയ്യിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു സംഗതി, അങ്ങനത്തെ ഒരു പവർ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ആ പവർ സ്ട്രക്ചർ ഇനിമേൽ ഇല്ല എന്ന് ലോകം കാണുന്ന സന്ദർഭമാണിത്. അത് പെട്ടെന്ന് ഒരു ദിവസം സംഭവിച്ചതല്ല. നമുക്കറിയാം, അമേരിക്കൻ ഇറാഖ് വാർ, അഫ്ഗാൻ വാർ, അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അമേരിക്ക അതിലൊക്കെ പെട്ടുപോയതെന്നും അവസാനം അതിന് തലയൂരാൻ വേണ്ടി ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു അഫ്ഗാൻ അമേരിക്ക ഓടിപ്പോയതിൻ്റെ വാർഷിക ദിവസമാണെന്ന്. ആ ഒരു അമേരിക്കൻ ഹെജിമണി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് അതിൽ നിർണായകമായിട്ടുള്ളൊരു സന്ദർഭമാണ് ഇറാൻ വാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം 79 മുതൽ കടുത്ത ഉപരോധത്തിൽ കഴിയുന്ന രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്തിന് നേർക്കാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ട് ഒരു ഹ്യൂജ് ഓപ്പറേഷൻ നടത്തുന്നത്. അവർക്ക് ഒരു സ്റ്റേറ്റഡ് ഗോൾ എന്തായിരുന്നു? റെജീം ചേഞ്ച് എന്നുള്ളതായിരുന്നു. റെജീം ചേഞ്ച് എന്ന് പറയുന്നൊരു സംഗതി പോയിട്ട് അതിൻ്റെ അടുത്ത് പോലും അത് എത്താൻ പറ്റില്ലെന്ന് മാത്രമല്ല, റെജീം ചേഞ്ച് യഥാർത്ഥം സംഭവിച്ച ഒരർത്ഥത്തിൽ അമേരിക്കയിലാണ്. അമേരിക്കയിൽ ഇതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തത്തിൽ പെൻറ്റഗണിൻ്റെ ചീഫിനെ, വാർ സെക്രട്ടറി അല്ല, അവരുടെ കൗണ്ടർ ടെററിസം സെൻറ്ററിൻ്റെ ചെയർമാൻ, ഇങ്ങനെ പ്രധാനപ്പെട്ട തസ്തികയുള്ള പല ആളുകളും അവർക്ക് മാറ്റേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ഒരു അസിമെട്രിക്കൽ വാർഫെയറിൽ സാധാരണഗതിയിൽ പറയുക, അതിൽ വീക്കായിട്ടുള്ള അയാൾ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് വിജയത്തിൻ്റെ പ്രൂഫ് എന്നുള്ളതാണ്. ആ നിലക്കൊക്കെ ഇറാൻ വിക്ടോറിയസ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഡിപ്ലോമാറ്റിക് ലെവലിൽ ഈ മിലിറ്ററി ഹാർഡ്വെയർ ഉപയോഗിച്ച് ഇറാനിലെ കുറേ അധികം ഇൻഫ്രാസ്ട്രക്ചർ തകർത്തു, കുറേ ആയിരക്കണക്കിന് മനുഷ്യരെയും കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ പറ്റി എന്നുള്ള മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ നിലക്കും ഇത് വിജയിച്ച് നിൽക്കുന്ന ഇറാനാണ്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഈ ഇസ്രായേലിൽ കുറച്ച് മുമ്പ് ഒരു സർവേ നടന്നിരുന്നു. അവിടെ ഏഗം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു തിങ്ക് ടാങ്കും ജെറൂസലേമിലെ ഹീബ്രു യൂണിവേഴ്സിറ്റിയും സംയുക്തമായിട്ടൊരു സർവേ നടത്തി യുദ്ധവുമായി ബന്ധപ്പെട്ട്. അതിൽ ഈ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചതെന്ന ചോദ്യത്തിന് 92.1% ആളുകളും അതിന് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് ഇറാനാണ് വിക്ടോറിയസ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രായേലാണ് ആ സർവേ എന്ന് മനസ്സിലാക്കണം. ഇതേ സർവേയിൽ ഇസ്രായേൽ അതിൻ്റെ യുദ്ധലക്ഷ്യങ്ങൾ നേടിയോ എന്ന ചോദ്യമുണ്ട്. 88% ആളുകൾ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് നേടിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ഇസ്രായേലാണ് വിജയിച്ചിരിക്കുന്നത്, അമേരിക്കയാണ് വിചാരിക്കുന്ന ഒരേ ഒരു കൂട്ടരേ ലോകത്തുള്ളൂ. അത് നമ്മുടെ നാട്ടിലെ സുമേഷ് കാവിപ്പടം മാത്രമാണ്. ബാക്കി സാമാന്യമായിട്ട് ഡിപ്ലോമസിയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചും അറിയാവുന്നവർക്കെല്ലാം അറിയാം, അമേരിക്ക ഇതിനകത്ത് പെട്ടുപോയിരിക്കുകയാണ്. നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ ഫെബ്രുവരി 28 ഈ ചർച്ച എടുക്കുമ്പോൾ നമ്മൾ അതിന് കൊടുത്ത് തലക്കെട്ട് അമേരിക്ക കുഴയാൻ പോകുന്ന യുദ്ധം എന്നായിരുന്നു. അപ്പോൾ അമേരിക്ക യഥാർത്ഥത്തിൽ ഇതിൽ പെട്ടതാണ്. ഇത് ഊരാൻ വേണ്ടിയുള്ള അവരുടെ പല ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ജൂൺ 17 ഒപ്പുവെച്ചിട്ടുള്ള ഈ MOU, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതിന് ഇന്നേക്ക് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണെന്ന്, 60 ദിവസത്തിനകം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പതിവ് പോലെ 60 ദിവസമായപ്പോൾ ട്രംപ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ട്രൂത്ത് സോഷ്യൽ കുറേ അധികം റട്ടറിക്സ്, കുറേ അധികം ഡയലോഗുകൾ അടിക്കുക എന്നുള്ളതാണ്. ഇറാൻ ഒബ്ലിറ്റേറ്റഡായി, ഇറാൻ തകർന്നുള്ള 88 തവണ അയാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഇതിനിടയിൽ 88 തവണ ഇറാൻ തകർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹോർമുസിൽ ഇപ്പോഴും കപ്പൽ ഓടുന്നില്ല. ഹോർമുസ് നമ്മുടെ ടെറിട്ടറിയാക്കി മാറ്റുന്നതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ട്രൂത്ത് സോഷ്യലിൽ. അതെങ്ങനെയാണ് ഹോർമുസിലൂടെ ഇറാൻ നോക്കൂ,
ഇപ്പോൾ യുദ്ധത്തിൻ്റെ ലക്ഷ്യമായിട്ട് യുദ്ധം അവസാനിക്കാനുള്ള ഉപാധികളൊന്നായി, അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ, ഉപാധികളിൽ ഒന്നായി വെച്ചിരിക്കുന്നത് എന്താണ്? ഹോർമുസ് നോർമലാക്കുക എന്നുള്ളതാണ്. ഫെബ്രുവരി 28 മുമ്പ് നോർമലായിരുന്ന വസ്തുതയുണ്ടല്ലോ. അപ്പോൾ ഫെബ്രുവരി 28 മുമ്പ് നോർമലായിരുന്ന ഒരു വാട്ടർ വേ അത് നോർമലാക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇത്രയും ദിവസം യുദ്ധം ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട്. ഇതാണ് ഇതിലേറ്റവും പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ നിലനിൽക്കുന്ന വേൾഡ് ഓർഡർ അത് വലിയ തോതിൽ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. യൂണിപോളാർ വേൾഡ് ഓർഡർ എന്നുള്ളത് ഒരു മൾട്ടി പോളാർ വേൾഡ് ഓർഡറിലേക്ക് അങ്ങനെ മൾട്ടി പോളാർ ആയിക്കഴിഞ്ഞു. അമേരിക്ക മാത്രമായിട്ടൊന്നും ഇന്നിപ്പോൾ വന്ന വാർത്ത ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നോഫലെ. ഈജിപ്തിൽ ഹമാസിൻ്റെ നേതാവുമായിട്ട് അമേരിക്കൻ ഇയാൾ ജാരദ് കുഷ്ണർ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഹമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കൻ ലോ പ്രകാരം ഹമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. ഒരു ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ നേതാവുമായിട്ട് എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിക്ക് ചർച്ച ചെയ്യാൻ പറ്റുക? പിന്നെ ചർച്ച നടത്തുന്നുള്ള തന്നെ നിയമവിരുദ്ധമല്ലേ? ഇത് ആദ്യമായിട്ടില്ല. നേരത്തെ ഇദ്ദേഹം സ്റ്റീവ് വിറ്റ്കോഫ് ഇയാളായിട്ട് ചർച്ച നടത്തി, ഖലീൽ ഹൈ ആയിട്ട്. ഇന്നിപ്പോൾ ജാരദ് കുഷ്ണർ ചർച്ച നടത്തുകയാണ്. ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള അമേരിക്കൻ കാഴ്ചപ്പാടിലാണ് അവർ ക്ലാസിഫൈഡ് ചെയ്തിരിക്കുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ നേതാവുമായിട്ട് ഇവരുടെ സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ചർച്ച നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹമാസ് എന്ന് പറയുന്നത് അതൊരു നോൺ സ്റ്റേറ്റ് പ്ലെയറാണ്, ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറാണ്. ഒരു ചെറിയ 40 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു സ്ഥലത്ത് സംഘടനയാണത്. ഒരു ലോകത്തെവിടെയും എന്താണ് ശരിയാം വിധം യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത വിധം ഉപരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ നേതാക്കൾ. അവർക്കെതിരെയാണ് 2-2.5 വർഷം ഒരു രാജ്യം മനുഷ്യഭാവനയിൽ സാധ്യമല്ലാത്ത വിധത്തിലുള്ള ക്രൂരതകളുടെ പേമാരി പെയ്ത്ത് നടത്തി ആക്രമിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അവസാനം അവർ വേണ്ടി ചർച്ച നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഈ മിലിറ്ററി ഹാർഡ്വെയർ, ഈ സംഗതികൾ അതൊക്കെ ഓബ്സൊലീറ്റ് ആയി കഴിഞ്ഞു. അതുകൊണ്ടൊന്നും ലോകത്ത് സ്വാധീനം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ലോകത്ത് നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ, നിങ്ങളുടെ താല്പര്യം നടപ്പിലാക്കാൻ സാധ്യമല്ല. പലതരത്തിലുള്ള ശക്തികൾ ചേർന്ന ഒരു മൾട്ടി പോളാർ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ കുറേ അധികം ഫോഴ്സുകൾ ഉണ്ട്, പുതിയ കുറേ ഫോഴ്സുകൾ എമേജ് ചെയ്ത് വരികയാണ്. അമേരിക്ക എന്ന് പറയുന്നത്, അമേരിക്കയുടെ ബേസ് സർവ്വ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. എന്തിനാണ്? അവർ ഞങ്ങളുടെ സെക്യൂരിറ്റി ഗ്യാരണ്ടറാണ് എന്നുള്ള ഒരു വിചാരത്തിലാണ്. പക്ഷേ ഈ അമേരിക്കയുടെ ബേസ് ഉള്ളത് കൊണ്ട് മാത്രം അവർ ആക്രമിക്കപ്പെട്ടു. ഇപ്പോൾ സൗദിയും ബഹ്റൈനും കുവൈറ്റും ഒക്കെ ആക്രമിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഇറാനാൽ ആക്രമിക്കപ്പെടാനുള്ള കാരണം ഓൺലി റീസൺ അമേരിക്കൻ ബേസ് അവിടെയുണ്ട്. അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധം അത് സെക്യൂരിറ്റി ഗ്യാരണ്ടിയാണോ ചെയ്യുന്നത്, അല്ല നമ്മുടെ സെക്യൂരിറ്റി അംബ്രലനെ ഇല്ലാതാക്കുകയാണോ ചെയ്യുന്നത്? ആ ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടായി വരുന്നു. പക്ഷേ അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡബിൾ അലൈ അല്ല, ഒരു പാർട്ട്ണർ അല്ല, ഒരു ഗ്യാരണ്ടർ ഓഫ് സെക്യൂരിറ്റി അല്ല എന്നവർ തിരിച്ചറിഞ്ഞു. പുതിയ മിലിറ്ററി അലയൻസ് രൂപപ്പെടുകയാണ്. ഈ മെക്ക അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കൽ, ഇതിനകത്ത് അതിനൊരു യൂണിഫൈഡ് മിലിറ്ററി കമാൻഡും സംഗതിയൊന്നുമില്ല. ഇനി ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അതൊരു ഇൻ പ്രാക്ടീസ് അതെന്തൊക്കെയാണ് നടക്കുക, അതിലൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകാം. പക്ഷേ കോൺസെപ്ച്വലി അതെന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? അമേരിക്ക എന്ന് പറയുന്ന ഒരു സോൾ ഡിപ്പെൻഡൻറ്റ് അങ്ങനെ ഒന്നില്ല. നമ്മുടെ ഒരു സെക്യൂരിറ്റി അംബ്രലയ്ക്ക് നമ്മുടേതായ വഴികൾ നോക്കണം എന്ന തിരിച്ചറിവ് അമേരിക്കയുടെ ക്ലോസസ്റ്റ് അലീസ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ വരെ വളർന്നു വരികയും അവർ ആ നിലക്കുള്ള സ്റ്റെപ്പുകൾ എടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേക്ക് ഹോം എന്ന് പറയുന്നത്, ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, ഈ പറയുന്ന വേൾഡ് ഓർഡർ, നിലനിൽക്കുന്ന വേൾഡ് ഓർഡർ അത് അവസാനിച്ചു കഴിഞ്ഞെന്നും പുതിയൊരു ലോകക്രമത്തിലേക്ക് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പരിണാമഘട്ടത്തിലുണ്ടാകുന്ന പലതരം കൺഫ്യൂഷൻസ് ഉണ്ടാവും, പലതരം ഒരുപക്ഷെ ഇതിനേക്കാൾ വേദനകൾ ലോകം സഹിക്കേണ്ടി വരും, ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളും ഹ്യൂമൻ കാഷ്വാലിറ്റീസൊക്കെ ഉണ്ടാവും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ മറ്റൊരു ലോകക്രമത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. പുതിയൊരു ലോകക്രമത്തിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് എത്തിച്ചേരുകയാണ്. പുതിയൊരു ലോകക്രമമാണ്, പുതിയ സാഹചര്യങ്ങളാണ്, പുതിയ വഴക്കങ്ങളുമാണ്. ഇപ്പോൾ നമ്മൾ യുദ്ധം തുടങ്ങി 5.5 മാസം കഴിഞ്ഞാണ് നമ്മൾ സംസാരിക്കുന്നത്. യുദ്ധം തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പാനിക്കിൽ എണ്ണവില $150 ഒരു ബാരലിന് എന്നിടത്ത് നിന്ന് നമ്മൾ 100 കടന്ന് 112 118. ഇപ്പോൾ സ്ഥിതി കുറച്ചുകൂടെ രൂക്ഷമാണ്. പക്ഷേ എണ്ണയുടെ വില എത്രയാണ്? 90 താഴെയാണ്. 88 84 സ്റ്റക്കാണ്. എന്ന് വെച്ചാൽ പഴയതുപോലെ പാനിക് ആവാതെ എണ്ണ വില വല്ലാതെ അങ്ങ് ഉയരുന്നില്ല. എന്ന് വെച്ചാൽ ലോകം തന്നെ ഈ സാധനത്തെ ഈ യുദ്ധം ഉടനെ എങ്ങും തീരാൻ പോകുന്നില്ല എന്ന ഉറപ്പ് എല്ലാവർക്കും കിട്ടുകയും അവർ വേറെ വഴി നോക്കുകയുമാണ്. അതിന് പറയുന്നൊരു പ്രധാനപ്പെട്ട സാഹചര്യം,
ലോകത്ത് വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സാഹചര്യമുണ്ട്. ഇത്രയൊന്നും എണ്ണയുടെ ആവശ്യമില്ല. സ്പെൻഡിങ് കുറച്ചു, ആളുകൾ സ്പെൻഡിങ് കുറച്ചു, എണ്ണയുടെ ഉപഭോഗം കുറയുന്നു എന്ന് വെച്ചാൽ എക്കോണമി സ്ലോ ഡൗൺ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് വേണ്ട എന്നുള്ള സ്ഥിതിയിലേക്ക് മാറുകയാണ്. ഈ എണ്ണ വെച്ച് ബാർഗെയിൻ ചെയ്യുന്ന ഇറാനും ഇത് പ്രശ്നമാണ്. എണ്ണ കിട്ടിയിട്ട് വേറെ ഒരുപാട് പണി ചെയ്യാനുള്ള അമേരിക്ക പോലെയുള്ള ലോകശക്തികൾക്ക് ഇത് പ്രശ്നമാണ്. സാമ്പത്തിക മാന്ദ്യം വലിയ രീതിയിൽ ബാധിക്കും. 2 ഇലക്ഷനാണ്, മിഡ് ടേം പോൾസ് വരുന്നു അമേരിക്കയിൽ. അതുപോലെ തന്നെയാണ് ഇസ്രായേലിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്, പ്രൈം മിനിസ്റ്റർ തിരഞ്ഞെടുപ്പ് വരുന്നത്. ഈ രണ്ടിടത്തും പ്രശ്നമാണ്. പക്ഷേ അമേരിക്കയൊക്കെ ഇതെന്തായാലും ഏറ്റവും വലിയ കൊടിയ അപമാനം സഹിച്ച് ഹോർമൂസ് സ്ട്രൈറ്റ് ഇറാന് വിട്ടുകൊടുത്തുകൊണ്ടൊരു സമാധാനം വേണ്ട എന്ന് അമേരിക്ക തീരുമാനിക്കുന്നത് നാണക്കേടിൻ്റെ പരകോടിയിൽ നിന്ന് ഇത്രയും നാണം കെടാൻ വയ്യ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി ലോകം എങ്ങോട്ട് പോകുമെന്നതിനെക്കുറിച്ചുള്ളൊരു ചോദ്യത്തിൽ നേരത്തെ ദാവൂദ് പറഞ്ഞതുപോലെ വേറെ ഒരുപാട് പ്ലേയേഴ്സ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഹോർമൂസ് സ്ട്രൈറ്റിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി, റെഡ് സീയിലേക്ക് മാറി. ബാബ് അൽമന്ദ് സ്ട്രൈറ്റിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. അവിടെ യമനിൽ ഹൂത്തികൾ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. സൗദി അറേബ്യക്കെതിരെയുള്ള യുദ്ധം തുടങ്ങി. സൗദി അറേബ്യ വളരെ സ്ട്രാറ്റജിക്കായി ഇറാൻ അനുകൂലമായിട്ടും അമേരിക്ക ഇടയ്ക്കൊന്ന് ഉറപ്പിക്കുന്ന പല രീതികളൊക്കെ ചെയ്തു തുടങ്ങിയിടത്തുനിന്ന് ഇപ്പോൾ ഇറാൻ്റെ മിലിഷ്യ എന്ന് വിളിക്കാവുന്ന ഹൂത്തികളും സൗദി അറേബ്യയും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്കും സൗദി കപ്പലുകൾ ആക്രമിക്കുന്നതിലേക്കും റെഡ് സീയിലെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്ന് എണ്ണ പോകുന്ന 2 കടലിടുക്കുകളിലും ഏതാണ്ട് തടസ്സപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെയാണ് മെക്ക അഗ്രിമെൻറ്റിൻ്റെ പ്രസക്തി വരുന്നത്. പാകിസ്ഥാൻ ഒരു പ്രധാനപ്പെട്ട പ്ലെയറായി വരുന്നത്. ഇതൊക്കെ മറ്റ് യുദ്ധം എന്താവും നമുക്കറിയില്ല. മറ്റ് പല കാര്യങ്ങളും പാകിസ്ഥാനും സൗദിയും തുർക്കിയും ചേർന്ന് പുതിയൊരു ഒരു സഖ്യം രൂപപ്പെടുകയാണ്. എന്ന് മാത്രമല്ല പാകിസ്ഥാൻ ഇറാനുമായുള്ള സമാധാനത്തിനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന ഹൂത്തികളോട് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കപ്പലുകൾ റെഡ് സീയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങളുടെ രാജ്യത്തിനെതിരായ ആക്രമണമായി കണക്കാക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യും. പാകിസ്ഥാൻ്റെ ഒരു പ്രത്യേകത, ഇത് വെറും ഒരു തുക്കട രാഷ്ട്രമല്ല, അണുവായുധമുള്ള രാജ്യമാണ്. ഇവരെക്കാളുമൊക്കെ സൈനിക ശക്തിയും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈനിക ബലമുള്ള രാജ്യമാണ്. അതൊരു പ്രധാനപ്പെട്ട പ്ലെയറായി വരുന്ന ഒരു കളി കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യക്ക് വളരെ ദോഷകരം ചെയ്യാവുന്ന, പാകിസ്ഥാൻ്റെ ഒരു മേജർ പ്ലെയറായി മാറിയ ഒരു ലോക സാഹചര്യമുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇറാൻ എന്തെങ്കിലും വീഴുമായിരിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഈ കുറുക്കൻ്റെ കഥ പോലെ എന്തെങ്കിലും കാളയുടെ ശരീരത്തിന് ഇറച്ചി താഴേക്ക് വീഴും എന്ന് വിചാരിച്ച് കാളയുടെ പുറകെ നടക്കുന്ന കുറുക്കൻ്റെ ഒരു കഥയുണ്ട് പഞ്ചതന്ത്രത്തിൽ. ഏതാണ്ട് ആ അവസ്ഥയിൽ നിൽക്കുകയാണ് ഈ അമേരിക്ക വിചാരിക്കുന്നത്. ഇനിയും നാണം കെടാൻ പറ്റില്ല, നമുക്ക് കാത്തിരിക്കാം. പക്ഷെ നോക്കൂ, അമേരിക്കയുടെ എല്ലാ സ്ട്രാറ്റജിയും ഒരാഴ്ചക്കപ്പുറം നിൽക്കില്ല. ഇറാനെ ഭസ്മീകരിക്കും എന്ന് തീരുമാനിച്ച് 2 ആഴ്ച മുമ്പാണ് വീണ്ടും യുദ്ധം പുനരാരംഭിച്ചത്. ഒരു കല്ല് ഇവിടെ വീണാൽ, അല്ല ഒരു ബോംബ് ഇവിടെ വീണാൽ ഒരു ഡ്രോൺ അപ്പുറത്ത് സൗദിയുടെ നെഞ്ചത്തോ UAE നെഞ്ചത്തോ കുവൈറ്റിൻ്റെ അല്ല കപ്പൽപ്പടയുടെ അടുത്ത് കിടക്കുന്ന കെട്ടിടങ്ങളിലോ മുകളിലേക്ക് വീഴുന്നൊരു സാഹചര്യത്തിൽ അവസാനം ഗൾഫ് രാജ്യങ്ങൾ തന്നെ പറഞ്ഞിട്ടാണ് അമേരിക്ക യുദ്ധം നിർത്തിയത്. അമേരിക്ക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇറാനെ തകർക്കാൻ ശ്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കുന്ന മുഴുവൻ ഈ രാജ്യങ്ങൾക്കാണ്. ഇതൊരു പഴയ ഒരു സമാനമായ സാഹചര്യമുണ്ട്. അന്ന് കുവൈറ്റ് ആക്രമിച്ച ശേഷം സദാം ഹുസൈൻ അവിടെ നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും അമേരിക്കൻ മിസൈൽ ഇറാഖിന് നേരെ വന്നാൽ ഇറാഖ് ആക്രമിക്കുക ഇസ്രായേലിനാണ്. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് സ്കഡ് മിസൈലിനെ കുറിച്ച് സ്കഡ് മിസൈൽ ഹൈഫയിലേക്ക് പോകും. ഇറാൻ എങ്ങാനും തിരിച്ചടിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ഗെയിം മാറ്റും. അത് കുറേ ദിവസം ഇങ്ങനെ ക്ലോസ് അന്നാണ് നമ്മൾ ആദ്യമായിട്ട് പാട്രിയറ്റിനെ കുറിച്ച് കേൾക്കുന്നത്. സ്കഡ് മിസൈൽ അങ്ങോട്ടേക്ക് അയക്കും. അന്നാണ് ആദ്യമായി പാട്രിയറ്റ് മിസൈൽ വേദ സംവിധാനം അമേരിക്ക ഇസ്രായേലിന് കൊടുക്കുന്നത്. ഈ വരുന്ന മിസൈലിന് വേറൊരു മിസൈൽ കൊണ്ട് അടിച്ചിടുക എന്നുള്ളത്. അങ്ങനെയാണ് ഈ പാട്രിയറ്റ് തുടങ്ങുന്നത്. അതേ പ്ലേ ബുക്കാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. ഞങ്ങളെ ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളെ ഞങ്ങൾ ചുട്ടുകരിക്കും. അവസാനം ഗൾഫിലെ അമീർമാരെല്ലാം പോയി അമേരിക്കയുടെ കാലിൽ വീണ് നിങ്ങൾ നിർത്തിയേ പറ്റുമോ, അല്ലെങ്കിൽ പെറുക്കിക്കൊണ്ട് നിങ്ങളുടെ കപ്പലും മറ്റ് സാധനങ്ങളും കൊണ്ട് സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞാണ് നിർത്തിയത്. വീണ്ടും ഒന്നും സംഭവിക്കാത്ത ഒരാഴ്ച കടന്നു പോകുന്നു. എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റാതിരിക്കും എന്ന് ആലോചിച്ച് വട്ടായി സായിപ്പ് നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറാനെ ആക്രമിച്ചാൽ ഇതാണ് അവസ്ഥ. ആക്രമിക്കാതിരുന്നാലോ ഇതിങ്ങനൊരു സ്റ്റാൻഡ് സ്റ്റില്ലേക്ക് പോകും. അപ്പോഴേക്കും ലോകം മറ്റ് പല വഴികളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണ വരുന്നില്ല, അതൊരു ഫാക്റ്റാണ്. അപ്പോൾ മറ്റു പല ഫുജേറ വഴി കപ്പൽ അയക്കാൻ പറ്റുമോ UAE നോക്കുന്നുണ്ട്, സൗദി നോക്കുന്നുണ്ട്, വേറെ സ്ഥലങ്ങളിൽ നോക്കുന്നുണ്ട്. അങ്ങനെ പൈപ്പ് ലൈൻ വഴി എങ്ങനെയെങ്കിലും ഇപ്പുറത്തേക്ക് വരാം. ഒരു 4-5 വർഷത്തിനുള്ളിൽ ഒരു കാരണവശാലും ഈ 2 കടലുകളെ ആശ്രയിക്കാതെ എണ്ണ കയറ്റുമതി ചെയ്യാൻ പറ്റുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു വലിയ സ്റ്റാൻഡ് സ്റ്റില്ലാണ്. നമ്മുടെ ഭാഗ്യത്തിന് എണ്ണ വില കൂടുന്നില്ല, കൂടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ.
എങ്ങനെയാണോ 5.5 മാസം മുമ്പ് കാര്യങ്ങൾ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുന്നു. ഹോർമൂസ് സ്ട്രൈറ്റിൽ ഏതാണ്ട് പൂർണ്ണമായും സ്റ്റാൻഡ് സ്റ്റിൽ. തൊട്ടപ്പുറത്തുള്ള റെഡ് സീയും അവിടെയുള്ള ബാബൽ മന്ദിബ് സ്ട്രൈറ്റിൽ ഏതാണ്ട് കപ്പലിൻ്റെ ഗതാഗതം തടസ്സപ്പെടുന്നത് ഇപ്പുറത്തുള്ള അതേ അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ലോകം ഒരു വലിയ റിസഷനിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത പേടി അത് നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. യെസ്, യുദ്ധം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ലോകം പുതിയ വഴികൾ തേടുകയാണ് സ്റ്റക്കാകാതിരിക്കാൻ.